ദിവസം രാവിലെ എണീറ്റു. ഞാനിപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ പ്രസിഡൻഷ്യൽ പാലസിന്റെ ഭാഗങ്ങൾ കാണാൻ വേണ്ടിയൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. നമ്മുടെ ചുരം കയറിയാണ് കേട്ടോ നമ്മുടെ പ്രസിഡൻഷ്യൽ പാലസ്. ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ അല്ല, ഇവരുടെ മിനിസ്ട്രി ഓഫ് അഫയേഴ്സ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പോകുമ്പോൾ എനിക്ക് തോന്നിയതെന്ന് പറയുമ്പോൾ നമ്മുടെ അജ്മീറിൽ നിന്ന് നമ്മുടെ പുഷ്കർ പോകുന്ന ഭാഗത്ത് ഇതുപോലുള്ള കുറച്ച് ചുരങ്ങളുണ്ട് കേട്ടോ. കറക്റ്റ് ആ ഒരു ഫീലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു റോഡ് നേരെ പോകുന്നതാണ് കേട്ടോ നമ്മുടെ പ്രസിഡൻഷ്യൽ പാലസിന്റെ ഭാഗങ്ങളൊക്കെ വരുന്നത്. ഇതെല്ലാം കുറെ ചുമർ ചിത്രങ്ങളാണ്. ഇനി തിരിച്ച് ചുരം ഇറങ്ങി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു മ്യൂസിയം ആണ് കേട്ടോ. ഞാൻ സാധാരണ ഒരു രാജ്യത്തുമായിട്ട് ഞാൻ ആകെ മ്യൂസിയത്തിൽ പോയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഗുജറാത്തിലൊരു മ്യൂസിയം പോയി. അവിടെ 2-3 കാക്കയും കാക്കത്തീട്ടവും മാത്രം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തിരുവനന്തപുരം മ്യൂസിയം, അവിടെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ മ്യൂസിയങ്ങളിലൊന്നും പോകാറില്ല, സൂവിലൊന്നും പോകാറില്ല, മൃഗശാലകളിൽ നിന്നും അങ്ങനെ പോകാറില്ല. പക്ഷെ ഞാനിപ്പോൾ മാലിയിൽ വന്നപ്പോൾ എനിക്ക് മാലിയിലെ മൃഗശാല പോകണമെന്ന് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി തോന്നി. അങ്ങനെ ഞാൻ മാലിയിലെ മ്യൂസിയത്തിലോട്ട് പോവാണ്. മാത്രമല്ല അവിടെ ഒരു ബയോളജിക്കൽ പാർക്കൊക്കെ അവർ ബയോ ഗാർഡനൊക്കെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. ഞാൻ ആക്ച്വലി വന്നത് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഞാൻ ബയോളജിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഭാഗത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു നാഷണൽ മ്യൂസിയം ഒക്കെ ഉണ്ട്. എന്നതാണ് നമ്മുടെ മ്യൂസിയത്തിലെ എൻട്രൻസിൻ്റെ ഏരിയ. ഓരോ ചെറിയ വീഡിയോ ക്ലിപ്പുകൾ എടുക്കുമ്പോഴും ഇവരെ പേടിച്ചാണ് കേട്ടോ എടുക്കുന്നത്. എപ്പോൾ വേണോ ഇവന്മാർ പോലീസുകാരന്മാർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാം. കാരണം ഇവിടെ വീഡിയോ ചിത്രീകരിക്കുന്നതിന് നിയമപരമായിട്ടൊക്കെ ഈ ഒരു സ്റ്റേബിൾ കൺട്രി അല്ലല്ലോ, അപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ നേരിടാം. Gouvernement a fermé ici. Il a fermé la porte jaune. Tout est fermé. Maintenant la rentrée c'est la seule rentrée. Une seule rentrée. Voilà, tout droit. Arrivé là-bas, tu demandes école liberté. Okay. Voilà, tout droit école liberté. Donc arrivé là-bas, tu vas comme ça, les murs là. Tu prends seulement les murs. Okay. Comme ça. Toujours à gauche. Okay. Voilà, arrivé au petit goudron, tu vas comme ça. Il y a un tablier, un vendeur de tabal. Okay. Boutique. Voilà, tu demandes. Le monsieur s'appelle Seydou. Voilà, there entry. Voilà, tout droit. Entry here. Voilà. Entry. Voilà, jusqu'à ici. Okay. Voilà. Okay, merci. Au revoir. Merci beaucoup. ഇവിടെ ഞാൻ വന്നത് ഇവിടെ കാര്യമില്ല, കറങ്ങിപ്പോണം കേട്ടോ. പുതിയ എൻട്രി ആണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള മരങ്ങളും കൊള്ളാം കേട്ടോ. നല്ല രസമുണ്ട്. ഫുള്ള് റെയിനി സീസൺ ആണെങ്കിൽ കൂടുതൽ പച്ചപ്പും നല്ല രസമായിരിക്കും. ഞാൻ ഉള്ളിലോട്ട് നടന്നു പോവാണ്. നമ്മുടെ വണ്ടിയുടെ പാർക്കിംഗ് ഒക്കെ ഈ ഒരു ഭാഗത്താണ്. ഞാനിനി ഉള്ളിലോട്ട് കയറാനായിട്ട് പോകുന്നു. ഇവിടെ കുറേ ആൾക്കാർ കണ്ടില്ലേ, ഇത് കല്യാണമാണ് കേട്ടോ. അതായത് ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് ഇവിടുത്തെ കല്യാണമെല്ലാം രജിസ്റ്റർ ചെയ്യുന്ന ദിവസം. അപ്പോൾ ഇന്നെല്ലാവരും കല്യാണമൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് ഇവർ ഇങ്ങനെ ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇതിനൊക്കെ വേണ്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ വരുന്നത്. ഈ മരുഭൂമിയിൽ ആകെയുള്ള പച്ചപ്പ് കുറച്ച് ഭാഗങ്ങളിലേ ഉള്ളൂ. എനിക്കൊന്ന് കല്യാണത്തിൻ്റെ ആൾക്കാരാണ് കേട്ടോ. ഒന്നല്ല, അത് കല്യാണം തന്നെയാണ്. കല്യാണത്തിൻ്റെ വധുവും വരവനൊക്കെയാണ്. ഞാനിനി ഉള്ളിലോട്ട് പോയി ടിക്കറ്റ് എടുക്കട്ടെ. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. 1000 കേട്ടോ. 1000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 140 രൂപ കൊടുത്ത് നേരെ കയറി വരുന്നത് ഇവരുടെ ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ഇവിടെ കുറേ കപ്പിൾസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ ഒരു കൂട്ടം തോണ്ട് അവിടെ ഒരു കല്യാണം കഴിച്ച ഒരു ടീമാണ് അവിടെ ഫോട്ടോഷൂട്ട് എടുക്കുന്നത്. ഇതുപോലെ അതുകൊണ്ട് അങ്ങ് ആ മരത്തിൻ്റെ ഇടയിൽ ഭാഗമായിട്ട് അവിടെ വേറൊരു കപ്പിൾ, അവരുടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇതുപോലെ കുറേ ആളുകളുണ്ട്. ഇന്ന് ഫുള്ള് കല്യാണത്തിൻ്റെ ദിവസമാണ് ഇവരുടെ. കണ്ടില്ലേ, ഫുള്ള് വെസ്റ്റേൺ വിവാഹങ്ങൾ പോലെയാണ് കേട്ടോ. അതായത് വെള്ള ഇതൊക്കെയാണ് ഇവരുടെ ഡ്രസ്സ്. അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു വൈബ്. കാരണം പമാക്കോയിൽ വേറെ ഒന്നും ഇല്ല. ഞായറാഴ്ചയൊക്കെ ഫാമിലി ആയിട്ടോ വല്ലോ പിക്നിക്കിനൊക്കെ അങ്ങനെയൊക്കെ വല്ലോ ആവശ്യമില്ല. അതും കപ്പിളാണ് കേട്ടോ. ഇത് നടക്കുന്ന കണ്ടില്ലേ, അതും അവർ കപ്പിൾസിൻ്റെ ഷൂട്ടൗട്ടാണ് അവിടെ നടക്കുന്നത്. നമുക്ക് പൈസ കൊടുത്തിട്ട് കളിക്കാൻ വേണ്ടിയുള്ള ഗെയിംസാണ്. പക്ഷേ ഇതിലൊന്നും ഇല്ലല്ലോ, ഇവിടെ കൺട്രോൾ ചെയ്യാനും ഒന്നുമില്ല. ഇങ്ങനെ കേടായിട്ട് കിടക്കും കാഴ്ചയാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നിര സംഭവങ്ങൾ കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പാർക്ക് മുഴുവൻ എനിക്ക് തോന്നുന്നു ഇന്നായതുകൊണ്ടാണ് കേട്ടോ ഇന്നായതുകൊണ്ടാണ് തിരക്ക്. ഈ പാർക്കിലാകെ ഉള്ളത് കല്യാണം കഴിക്കാൻ വന്ന ടീംസും കല്യാണം കഴിച്ച് രജിസ്റ്റർ ചെയ്തിട്ട് വന്ന ടീംസും പിന്നെ കുറേ കുട്ടികളുണ്ട്. ആ ഒരു ഭാഗത്ത് അവിടെ ഒരു കപ്പിള് അവിടെ ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വെള്ള ഡ്രസ്സാണ്. ഇവിടെ നമ്മുടെ കുറച്ച് സ്കൂൾ കുട്ടികളാണ്. സ്കൂളിൽ നിന്ന് വന്നിട്ട് നഴ്സറി കുട്ടികളോ സ്കൂൾ കുട്ടികളാണ്. ആ ഒരു ഭാഗത്തും അവിടെ ഇന്നാണ്ട് വെള്ള ഗൗണ് കാണാം. ഒരു വെള്ള തൊപ്പിയൊക്കെ വെച്ച് എനിക്ക് തോന്നുന്നു അവരിപ്പോൾ എന്താണ്ട് അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് വരും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലായിടത്തും. കണ്ടില്ലേ,
ഒക്കെ അവരുടെ ഡ്രസ്സ് കണ്ടോ, അവിടെ കുറേ ആൾക്കാർ നടന്നു വരുന്നുണ്ട്. പിന്നെ ഇവരുടെ ഈ ഡ്രസ്സൊക്കെ കാണണം കേട്ടോ, ഭയങ്കര കളർഫുള്ളും. ഇവർ ഫോട്ടോഷൂട്ട് എടുക്കാനും പിന്നെ അവരുടെ ബന്ധുക്കളൊക്കെ ഇവിടെ വന്ന് ചിത്രം എടുക്കാനാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ 2-3 അടുത്ത് ഒരു അമ്മമ്മ മാമിമാർ കേട്ടോ, അതായത് ഈ കമ്മലൊക്കെ സ്വർണ്ണ കമ്മലും ഇതൊക്കെ ഇട്ടിരുന്നു. പക്ഷേ അവർ ഫോട്ടോ വേണ്ടാന്ന് പറഞ്ഞു. ഞാനങ്ങനെ മുന്നോട്ട് കാണും. കണ്ട ഈ ഒരു കോർണറിൽ അവിടെ താണ്ട ഒരു കപ്പിൾസിൻ്റെ ഷൂട്ട് നടക്കുന്നു. ആ ഒരു ഭാഗത്ത് മറ്റൊരു കപ്പിൾസിൻ്റെ അവിടെ ഒരു ഷൂട്ട് നടക്കുന്നു. കപ്പിളോട് കപ്പിൾ കേട്ടോ. ഇത്രയ്ക്ക് എനിക്ക് തോന്നുന്നു ഇത് കല്യാണ മാസമാണെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു സമയം ഇവിടെ ഈ ഒരു ബയോളജിക്കൽ പാർക്ക് നല്ല രസമുണ്ട്. ആക്ച്വലി ഇത് മുന്നേ ഇല്ലായിരുന്നു. അതായത് 2000 സമയത്ത് 20-ാം നൂറ്റാണ്ടിലാണ് ആക്ച്വലി ഈ ഒരു സൂ പണിതെങ്കിലും പിന്നീട് വലിയ എന്താ പറയുക പ്രവർത്തനമായിട്ടൊന്നും നല്ലപോലെ നടക്കുന്നില്ലായിരുന്നു. പിന്നീട് 2013 റീഓപ്പൺ ചെയ്ത സമയത്ത് അഗാഖാൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ. അഗാഖാൻ എന്ന് പറയുന്നത് പണ്ട് പേർഷ്യയിൽ നിന്ന് തുടങ്ങിയ ഒരു അവർ മുസ്ലിംസ് ആണെന്ന് പറയുന്നുണ്ട്. പല വിഭാഗങ്ങളും അവർ മുസ്ലിംസ് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ വേറൊരു രീതിയിലാണ്. സാധാരണ ഈ സുന്നികളിൽ നിന്നൊക്കെ ഇവർ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് എന്താ പറയുക അവരുടെ നമസ്കാരവും സംഭവങ്ങളൊക്കെ. അപ്പോൾ അഗാഖാൻ തുടങ്ങിയതെന്ന് പറയുമ്പോൾ പേർഷ്യൻ ഹെറിറ്റേജ് ആണ് കേട്ടോ. അവരുടെ ഒറിജിനൽ പേർഷ്യനാണ്. പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യയിലോട്ട് കുടിയേറി. പിന്നെ അഗാഖാൻ 2, 3, ഇപ്പോൾ ഉള്ള അഗാഖാൻ 4 അവരെല്ലാം ഇന്ത്യൻ വംശജരാണ്. യഥാർത്ഥ വംശജർ പേർഷ്യൻ വംശജരാണ് ഓഫ്കോഴ്സ്. പിന്നീട് അഗാഖാൻ 4 പുള്ളി ജനിച്ചത് സ്വിറ്റ്സർലാൻഡിൽ എന്താണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കര ആഫ്രിക്കയിലൊക്കെ ഈസ്റ്റ് ആഫ്രിക്കയിലൊക്കെ ഭയങ്കര പിടിപാടുണ്ട്. അപ്പോൾ അഗാഖാൻ്റെ അവരുടെ ട്രസ്റ്റാണ് ആക്ച്വലി ഈ ഒരു മൃഗശാലയെ പണിത് 2013 ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ട് തുറന്നത്. അപ്പോൾ മ്യൂസിയം മാത്രമല്ല, ഇവിടെ ഒരു നാഷണൽ മ്യൂസിയം പണിതു. അതിൻ്റോടൊപ്പം തന്നെ സൂ പണിതു. സൂവിൽ കുറേ സിംഹത്തിനെയൊക്കെ എടുത്തിട്ടു. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സംഭവമാണ്. കണ്ടേ, സൂ നാഷണൽ ദമാലി. പുലിയാണല്ലോ ഇവിടെ ചിത്രത്തിലുള്ളത്. പുലി ഉണ്ടോയെന്നൊന്നും അറിയില്ല, സത്യം പറയാലോ. ഞാൻ ഭയങ്കര ഇത്രയും സർപ്രൈസ് ആയിരിക്കും കേട്ടോ. ഫുള്ള് കല്യാണം എല്ലായിടത്തും കല്യാണം. എൻ്റെ അമ്മ കല്യാണമൊക്കെ നടന്ന് കല്യാണത്തിൻ്റെ പാർട്ടിക്ക് പിന്നെ സെമിനാർ അങ്ങനത്തെ അതിനും സംഭവമുള്ള ഡിന്നർ അതിനൊക്കെ വേണ്ടിയാണ് കേട്ടോ. അതിനൊക്കെ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ഹാള് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ എന്തൊക്കെ ബിൽഡിംഗ് ഉണ്ട്, അതും എന്താ അങ്ങോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ സൂ ആക്ച്വലി സൂ അങ്ങോട്ടാണ് സംഭവം. അതുകൊണ്ട് ഇവിടെ ഇതാണ്. ഇവിടെയൊക്കെ കുറേ ആൾക്കാർ കണ്ട് ഇതുപോലെ ഇങ്ങനെ കുറേ വന്ന് ഇരുന്നിട്ട് എന്തൊക്കെ പരിപാടിയുണ്ട് കേട്ടോ. NGO സംഭവങ്ങളാണ്. അവിടെ ധാരാളം പെൺകുട്ടികളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അതിലേക്കൂടെ നടന്നു പോയപ്പോൾ എല്ലാ പെൺകുട്ടികളും എന്നെ ഇങ്ങനെ ഹായ് കാണിക്കുന്നുണ്ട്. നമ്മൾ നടന്ന് സൂ ലക്ഷ്യമാക്കി നീങ്ങുവാണ്. നമ്മളിവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു വേറൊരു ടിക്കറ്റ് എടുക്കണം. അതുകൊണ്ട് അവിടെ സൂവിൻ്റെ ടിക്കറ്റ് സ്റ്റേഷനാണ്. ഇവിടെ കുറേ കുട്ടികളുണ്ട് കേട്ടോ. സ്കൂളിൽ നിന്നോ ഇവിടെ നിന്നൊക്കെ വരുന്ന കുറേ കുട്ടികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതവിടെയാണ് നമുക്ക് ടിക്കറ്റ് എടുത്ത് എൻട്രൻസ് പ്രവേശിക്കേണ്ട സ്ഥലം. ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. വേറെ പ്രത്യേകം ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ഒരു ആവശ്യവും വന്നിട്ടില്ല. വെറും 1000 രൂപയ്ക്ക് എല്ലാം കാണാം കേട്ടോ. 1000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 1000 അല്ല, 1000 ഫ്രാങ്കാണ്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 130-140 രൂപയൊക്കെ വരുള്ളൂ. ഇവിടെ നമ്മൾ കയറുമ്പോൾ ഇവിടുത്തെ സൂവിൽ ആദ്യം കാണാൻ സാധിക്കുന്നത് പശുവാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ വീട്ടിൽ പോയാൽ പശുവിനെ കാണാം. ഇവിടെ നമുക്ക് സൂവിൽ വരണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് പശു, കൊക്ക്, പിന്നെ ഇവിടെ ആമ്പൽക്കുളം, അവിടെ സിംഹമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. തെക്കെന്ന് പറഞ്ഞാൽ തിരക്ക്. ഇന്ന് വന്നത് കറക്റ്റ് ദിവസമല്ലാന്ന് തോന്നുന്നു. ഇന്ന് ഫുള്ള് കുട്ടികളെ കൊണ്ട് ടൂർ പോകുന്ന ദിവസമാണെന്ന് തോന്നുന്നു. അവിടെയൊക്കെ തിരക്കുണ്ടോ കുട്ടികൾ? ഇവിടെ നമ്മുടെ ലയൺ, പാന്ത്രസ്, ഹൈനാസ്, പിന്നെ ചിമ്പാൻസി, പിന്നെ ഇതെന്ത് സാധനം ഒന്നും അറിഞ്ഞുകൂടാ. പിന്നെ ചാക്കൽസ്, പിന്നെ ആമ, അത് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. നമ്മൾ ഉള്ളിലോട്ട് കയറുവാണ്. ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റുകൾ. ഇവിടേക്ക് എന്ത് തിരക്ക്, അയ്യോ. നമ്മുടെ തിരുവനന്തപുരത്ത് ഇതാണ് കേട്ടോ. എല്ലാ സ്കൂളുകളും ആദ്യം കൊണ്ടുപോകുന്ന ടൂറെന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തെ സൂ ആണ്. അതുപോലെയാണ് കേട്ടോ ഇവിടെ. എനിക്കൊന്ന് നമ്മൾ +1 +2 ഒക്കെ ആയപ്പോൾ നമ്മുടെ സ്കൂൾ ടൂറ് കൊച്ചിയിലെ ലുലു മാള്, അത് എനിക്കൊന്ന് 2000 പഠിച്ച കിഡ്സിൻ്റെ എല്ലാം 2000 ജനിച്ച ആ ഒരു സമയത്തുള്ള കുട്ടികളുടെ എല്ലാം ഇത് ടൂറ് പോകുന്നതെന്ന് പറയുമ്പോൾ ലുലു മാളിലാണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്തുനിന്ന് കൊച്ചി. ഇവിടെ താണ്ട നമ്മുടെ ചിമ്പാൻസി ചുംബനം കൊടുക്കുന്ന കാഴ്ചയാണ്. കിസ്സടിക്കുവാണോ രണ്ടുപേരും? പ്രണയ രംഗങ്ങളാണ് കേട്ടോ. സൂവിൽ വന്ന് കയറിയപ്പം തന്നെ ഫുള്ള് പ്രണയ രംഗങ്ങളാണല്ലോ. ഇവിടെ ചിമ്പാൻസിയുടെ കുറച്ച് ഡിസ്ക്രിപ്ഷനും സംഭവങ്ങളൊക്കെയാണ്. ചിമ്പാൻസി നമ്മുടെ കോങ്കോ,
ക്യാമറൂണ്, ഗബോണ്, അല്ല ഇത് ബ്രാസവെല്ലെ, കോങ്കോ ബ്രാസവെല്ലെ, ഇത് ക്യാമറൂണ്, ഇത് നമ്മുടെ ഐവറി കോസ്റ്റ്, ഇത് നമ്മുടെ ഇത് നമ്മുടെ ഐവറി കോസ്റ്റ്, ഇത് ഗാന, ഇത് ഗിനിയ, ഇത് നമ്മുടെ സെറലിയോൺ. എനിക്കൊന്നും അവിടത്തൊക്കെ ഉള്ള ഒരു അവരുടെ പ്രാദേശികമായിട്ടുള്ള ഒരു ചിമ്പാൻസിയാണ്. പക്ഷെ എല്ലാം ഫ്രഞ്ചിലാണ് കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. ആ ഒരു ഭാഗത്ത് കുറച്ച് ഡോങ്കിയും ആട്ടുംകുട്ടിയാണ് കേട്ടോ. ആട്ടുംകുട്ടിയൊക്കെ സൂവിൽ കേട്ടോ, ഡൊമസ്റ്റിക് അനിമലായിട്ടുള്ള ആട്ടുംകുട്ടി, കഴുത, അതിനെയൊക്കെ ഇവർ സൂവിൽ പിടിച്ച് കയറ്റിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോഴും തീരുന്ന കോളില്ല കേട്ടോ. രണ്ടുപേരും, ഒരാൾ എണീറ്റു, പിന്നെ ഒരാൾ പൊസിഷൻ മാറി, ഒരാൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ തന്തയാണ്, പാവം കേട്ടോ. ഇത് കുറേ നേരം കണ്ടു നിന്നപ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നി. കാരണം ഇത്രയും ഒരു ചെറിയൊരു കൂട്ടിൽ എങ്ങനെ ഇടുന്നു അല്ലേ? കാരണം ഇവരൊക്കെ കാട്ടിൽ ജീവിക്കേണ്ട മൃഗങ്ങളെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട സൂ. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണ് സൂ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കുറച്ച് പുലിയല്ല, സിംഹത്തിനെ കാണാൻ പോവാം. വന്നത് മറ്റൊരു കുരങ്ങൻ്റെ സ്ഥലത്താണ്. അത് നമ്മുടെ ഈസ്റ്റ് ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ, അതായത് ഈ കാണുന്നത് നമ്മുടെ താൻസാനിയ, കെനിയ, റുവാണ്ട, ഉഗാണ്ട, ബുറൂണ്ടി, പിന്നെ ഇവിടെ നമ്മുടെ എത്യോപ്യയുടെ കുറച്ച് ഭാഗങ്ങൾ, നമ്മുടെ സൗത്ത് സുഡാൻ്റെ കുറച്ച് ഭാഗങ്ങൾ, അത് എല്ലാം ഇവർ ഒരുമിച്ചാണ് കേട്ടോ. അതുകൊണ്ട് സൗത്ത് സുഡാനും നോർത്ത് സുഡാനും ഇവർ ഒരുമിച്ചാണ് കേട്ടോ. അതിനെ സെപ്പറേറ്റ് ആക്കി ഇവർ വേറൊരു രാജ്യമാക്കി ഈ ഒരു മാപ്പിൽ ഇട്ടിട്ടില്ല, അത് തെറ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ DRC, പിന്നെ നമ്മുടെ CAR, പിന്നെ ചാഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, പിന്നെ നമ്മുടെ ഈ രാഷ്ട്രങ്ങൾ കോങ്കോ, നമ്മുടെ ഗാന, നമ്മുടെ മാലി, ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഉള്ള ഒരു സഹേൽ റീജിയനിലും കൂടെ ഉള്ള ഒരു കുരങ്ങനെ കാണാനാണ് വന്നത്. കുരങ്ങയില്ലേ, കൂട് മാത്രമേ ഉള്ളൂ. ഇതാക്കിയാണ് കേട്ടോ, ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു കേട്ടോ, വേറെ കമ്പനി ആരും ഇല്ല ഇതിന്. ഒടിഞ്ഞു തൂങ്ങിയിരിക്കുകയാണ് കേട്ടോ പാവം. സിംഹം കാണാനാണ് കുട്ടികളുടെ എല്ലാവരുടെയും തിരക്ക്. ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സിംഹം കാണാം. അവിടെ കിടക്കുവാണ് കേട്ടോ, ഉറങ്ങി കിടക്കുവാണ് സിംഹം. 1 2 3 4 സിംഹം. കുട്ടികളെല്ലാം എന്നെ നോക്കുവാണ് കേട്ടോ ഇങ്ങനെ. ഓരോ കുട്ടികളുടെ സിംഹം കാണാനുള്ള തിരക്ക് കണ്ടില്ലേ? ഭയങ്കര കൗതുകത്തോടെ വരുന്നുണ്ടോ സിംഹം കാണാൻ വേണ്ടി. ഇവിടെ ഒരു പുള്ളിപ്പുലി ഉണ്ട് കേട്ടോ, നോക്കുന്നുണ്ടോ? ചെറിയാണ് എന്നെ കേട്ടോ, ഉറങ്ങിയതാ, ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ആ ഒരു ഭാഗത്ത് ഹൈന, പിന്നെ അങ്ങോട്ടൊക്കെ അങ്ങോട്ടും അതുപോലത്തെ എന്തൊക്കെയാണ് കേട്ടോ. ഭയങ്കര മനോഹരമായിട്ടെന്ന് പറയാൻ കാണാനൊന്നും കാഴ്ചയൊന്നുമില്ല. നമ്മുടെ തിരുവനന്തപുരത്ത് സൂവൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒന്നുമില്ലെന്ന് വേണം പറയാൻ. ഈ കാണുന്നത് നമ്മുടെ ഹൈനയാണ്. ഹൈന മാത്രം കുറച്ച് നല്ല ആരോഗ്യത്തോടെ കണ്ടില്ലേ, സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടോ? നല്ല വലിപ്പമുള്ള ഹൈന. നമ്മുടെ എത്യോപ്യയിൽ ഒരു സ്ഥലത്തുണ്ട്. എത്യോപ്യയിൽ നമ്മുടെ ഹറാറയല്ല, അങ്ങനത്തെ ഒരു ഭാഗമുണ്ട് കേട്ടോ, നമ്മുടെ സൊമാലി റീജിയൻ ഓഫ് എത്യോപ്യ. ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഹൈനയെ ഫീഡ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ ആ സ്ഥലത്ത് പോയായിരുന്നു, പക്ഷേ ഹൈനയെ ഫീഡ് ചെയ്യാനൊന്നും പോയിട്ടില്ല. അത് ഭയങ്കര ടൂറിസ്റ്റിക് ഡെസ്റ്റിനേഷനാണ്. ഇനി പുറത്തോട്ട് ഇറങ്ങുവാണ്. കുട്ടികൾ വരുന്നതിന് കണക്കില്ല. നല്ല മൃഗങ്ങൾ മാത്രമല്ല, കുറച്ച് അക്വേറിയവും മത്സ്യങ്ങളൊക്കെ ഇവർ ഇട്ട് വെച്ചിട്ടുണ്ട്. മീൻ ഇതാട്ടെ, അപ്പം ചെറിയ കുട്ടികളാണല്ലോ. ആയിട്ട് നമ്മുടെ ക്രോക്കോഡൈലാണ്. ഏകദേശം 6 ഹെക്ടറിലായിട്ട് ഇതുപോലെ ഇങ്ങനെ പരന്ന് കിടക്കുവാണ് കേട്ടോ. ഏകദേശം 100 സ്പീഷീസോളം ഇവിടെ ഉണ്ടെന്നാണ് അവർ കണക്കുകളായിട്ട് പറയുന്നത്. അപ്പോൾ ഞാനെന്തായാലും ഈ ഒരു സംഭവം അവസാനിപ്പിച്ചിട്ടുണ്ട്. കുറേ കുട്ടികളുള്ളതുകൊണ്ട് ഫുള്ള് എനിക്ക് ഒരു 6-7 സ്കൂളിൽ നിന്നുള്ള ഒരു ടൂർ ഉണ്ടെന്ന് തോന്നുന്നു. What's your name? Moi, je m'appelle. You studying school? My name is Kanakoni. Kanakoni. Oui. You studying in school? My name is Ibrahim Gameli. Ibrahim Gameli. Are you studying in school? Yes. Yes? സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് വന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. സ്കൂൾ? ഓക്കെ. ഇവർ സ്കൂളിൻ്റെ ഓക്കെ. പുള്ളി ഇവിടുത്തെ ടീച്ചറാണ്. ഇവിടെ നമ്മുടെ ആന ഇതാണ്ട് ആകെ ഉള്ള ഒറ്റ ആനയാണ് കേട്ടോ. നല്ല ഷേപ്പും ഇതുള്ള ആന, പക്ഷേ ഇതില്ല കേട്ടോ, സൈസില്ല, ചെറിയൊരു ആന.
നല്ല രസമുണ്ട് കേട്ടോ. ആനയ്ക്കുള്ള ചെറിയൊരു അഴിവിയും ഇതൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. എല്ലാവരും എൻ്റെ അടുത്ത് ഗുഡ് മോർണിംഗും ഇതൊക്കെ പറയാണ്. അടുത്ത ദിവസം വെള്ളിയാഴ്ച ദിവസം നമസ്കരിക്കാൻ വേണ്ടി പോകുന്ന കാഴ്ചയാണ്. നമ്മുടെ ഇവിടെ ബ്രോ ഉണ്ട് കേട്ടോ. ബ്രോ ഹായ് പറഞ്ഞോ. ആ പറഞ്ഞോ. അപ്പോൾ പള്ളിയിലോട്ട് പോകുമ്പോൾ നമ്മൾ അറിയാമല്ലോ, ഇങ്ങനെയുള്ള പല രാഷ്ട്രങ്ങളിലും നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ തിരക്കായതുകൊണ്ട് പുറത്തുനിന്ന് നിസ്കരിക്കണം. അപ്പോൾ മുസല്ല കൊണ്ടുപോകാറുണ്ട്. ഇന്നിവിടെ മുസല്ലയ്ക്ക് കച്ചവടമാണ് കേട്ടോ. കുറേ ആൾക്കാർ നടന്നിട്ട് എവിടെ പോയി, ഇവിടെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അവിടെ ആ കാറിൻ്റെ അപ്പുറത്ത് ഭാഗമായിട്ട് മുസല്ല വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസമായതുകൊണ്ട് അവർ മുസല്ലയ്ക്ക് കൂടുതൽ വില പറഞ്ഞ് വിൽക്കുകയും ചെയ്യും. കണ്ടില്ലേ, മുസല്ല വിൽക്കാനായിട്ട് നടക്കുന്നത് ആളുകൾ ഫുള്ള് വിൽക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മൾ പള്ളിയുടെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാറിൻ്റെ ഫ്രണ്ടിൽ തിരിച്ചു വന്നപ്പോൾ ഗ്ലാസ്സിൽ വെയിലടിക്കാൻ വേണ്ടി ഓൾറെഡി പയ്യന്മാർ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തിരിച്ചു താണ്ട് പൈസയ്ക്ക് വാങ്ങാൻ വേണ്ടി വരും. ചോദിക്കുന്നില്ല കേട്ടോ. സമയം രാവിലെ 5:10 ആയിട്ടുണ്ട്. ഞാൻ രാവിലെ മൊപ്തി എന്ന് പറയുന്ന നമ്മുടെ ഉത്തരഭാഗത്തോട്ട്, നമ്മുടെ മാലിയുടെ ഉത്തരഭാഗത്തോട്ട്, നോർത്തേൺ റീജിയനിലോട്ട് ഞാൻ യാത്ര ചെയ്യുകയാണ്. മൊപ്തി എന്നൊക്കെ പറയുന്നത് വളരെ എന്താ പറയുക, കുറച്ച് അപകടം പിടിച്ച സ്ഥലങ്ങളൊക്കെ ആയിട്ടാണ് അറിയപ്പെടുന്നത്. എന്നിരുന്നാലും എനിക്ക് ആ ഭാഗത്തോട്ടൊക്കെ പോകണം. മൊപ്തി കഴിഞ്ഞിട്ട് മൊപ്തിയിലോട്ട് ഏകദേശം 630 കിലോമീറ്റർ ഇവിടെ നിന്നുണ്ട്, ബമാക്കോയിൽ നിന്നുണ്ട്. അപ്പോൾ ഏകദേശം 10 മണിക്കൂറോളം ഒരു ബസ്സിൽ യാത്രയുണ്ട്. ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്ന് രാവിലെ ഇരിക്കുവാണ്. ഇന്ന് നമ്മുടെ നോമ്പിൻ്റെ ആദ്യത്തെ ദിവസമാണ്, റമദാൻ മാസത്തിലെ നോമ്പിൻ്റെ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ ഞാൻ എൻ്റെ നോമ്പും സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ ഒരു യാത്രയിൽ. അപ്പോൾ ഇനി കുറച്ച് വെള്ളം കൂടെ ഉണ്ട്, അതും കൂടെ കുടിച്ച് ചേർത്തിട്ട് വെള്ളം തീർക്കും. അപ്പം ബാങ്ക് വിളിക്കും. ഓൾറെഡി സമയമാവാറായി. രാവിലെ തന്നെ ഭയങ്കര വിഷമമായി. കാരണം ഞാൻ വന്ന ബസ്സിൻ്റെ അവസ്ഥ കണ്ടില്ലേ. ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ പറയാൻ കാരണം ബസ് മോശമായതുകൊണ്ടല്ല, എനിക്ക് ഇതിൻ്റെ അപ്പുറം മോശത്തിൽ ട്രാവൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാൻ ആക്ച്വലി അത്യാവശ്യം എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ടുള്ള ബസ്സിൽ പോകാതിരുന്നതാണ്. കാരണം ഒന്നാമത് ലോങ് ഡിസ്റ്റൻസ്, രണ്ടാമതെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഫാൻസി ബസ്സസ് ആകുമ്പോൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇവർ ധാരാളം ചെക്ക് പോയിന്റുകൾ ഇനി വരാനുണ്ടാവും, അത് കടക്കാനുണ്ടാവും. ഇതുപോലുള്ള ബസ്സുകളെന്ന് പറയുമ്പോൾ പല സ്ഥലത്ത് നിർത്തി ഈ ബസ്സിൽ കയറിയാൽ ചിലപ്പോൾ വല്ല കംപ്ലൈൻ്റ് ആയിട്ട് വഴി കിടക്കും, ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. കാരണം വലിയ ബസ്സൊക്കെ ആകുമ്പോൾ ഇവർ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാവില്ല. ഇതുപോലത്തുള്ള ലോക്കൽ വണ്ടികളൊക്കെ ആണെങ്കിൽ ചെറിയ പ്രശ്നമാവും. ഞാൻ ഭയങ്കര ആഗ്രഹിച്ചാണ് പോകുന്നത്. എനിക്ക് പേടി കേട്ടോ, അവരെന്നെ തിരിച്ചു വല്ലോ വിടുമെന്ന്. ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് ഇവർ വോയിസ് കൂട്ടുകയാണ് കേട്ടോ വണ്ടിയിൽ. എനിക്ക് അറിയില്ല. കാണുന്നതാണ് കേട്ടോ ഞാൻ പോകുന്ന ബസ്. അവരേതൊക്കെ സ്റ്റോപ്പിലൊക്കെ നിർത്തിയിട്ടേക്കുവാ. കച്ചവടക്കാരന്മാരെ കൊണ്ട് മുട്ടിയിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി 7 മണി കഴിഞ്ഞു കേട്ടോ. 4 മണിക്ക് വരാൻ പറഞ്ഞ് 5 മണിക്ക് എടുക്കുമെന്ന് പറഞ്ഞ ബസ് 8 മണി കഴിഞ്ഞു. 8 മണിയായപ്പോൾ ബസ് എടുത്തു. ഒരു 10-20 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ ഒരു ചെക്ക് പോയിന്റ് വന്നു. അവിടെ ഇട്ടയ്ക്കുമാണ്. അവിടെ കുറേ ബാരിക്കേഡും സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറേ ബസ്സുകൾ ഇതുപോലെ ഇട്ടയ്ക്കുമാണ്. അതിൽ കച്ചവടക്കാർ വരുന്നു. അതിലൊരാൾ എൻ്റെ മുടിയൊക്കെ കുറേ പേരായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. അതിനെ പുള്ളി സംസാരിച്ച കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ ബസ്സിലാണ് കേട്ടോ, ഈ കാണുന്ന ബസ്സിലാണ് ഞാനിനി മൊപ്തി എന്ന് പറയുന്ന സ്ഥലത്ത് പോകുന്നത്. മൂത്രമൊഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഇവിടെ വണ്ടിയിൽ എന്തോ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു ഡേഞ്ചറിൻ്റെ ഒരു സൈൻ ബോർഡൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ബസ്സിൽ വന്ന് സെഗു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സെഗു എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് വണ്ടി നിർത്തിയിട്ടൊക്കെയാണ്. ഒരു ബസ് സ്റ്റോപ്പിൽ എന്തോ ആണ് കേട്ടോ. അവിടെ ഏതൊരു കുട്ടി വന്നിട്ട് എന്തോ ഖുർആൻ എന്തോ പാരായണം ചെയ്യുന്നതെന്ന് തോന്നുന്നു പൈസയ്ക്ക് വേണ്ടി.
ഇവിടെ നമ്മുടെ വണ്ടിയിൽ ദാണ്ടെ സ്കൂട്ടറൊക്കെ വലിച്ചു കയറ്റുന്നുണ്ട്. കുറേ സാധനങ്ങൾ വലിച്ചു കയറ്റുവാണത്. ഇതിനിടയിൽ പോലീസ് ചെക്കിങ്, നമ്മളൊരു ചെക്ക് പോയിന്റിൽ പിടിച്ചിട്ടേക്കുമാണ്. പോലീസ് വന്ന് ചെക്ക് ചെയ്തു എല്ലാ ആൾക്കാരുടെ ID സംഭവങ്ങളും. എൻ്റെ പാസ്പോർട്ട് കാണിച്ച് 2-3 പ്രാവശ്യം എന്നെ നല്ലപോലെ ചെക്ക് ചെയ്തു. എന്നിട്ട് അവർ പോയി. പിന്നെ കച്ചവടക്കാരാണ് കേട്ടോ, വണ്ടി മുഴുവൻ കച്ചവടക്കാരാ. നമ്മുടെ ബസ് സാമെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി. സാന് ഇവിടെ കുറെ ആൾക്കാർ കണ്ടോ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് നടക്കുവാണ്. ഇവിടെ നോമ്പൊന്നും ഇല്ല കേട്ടോ, തൊപ്പി വെച്ച് ഇരിക്കുന്നേ ഉള്ളൂ, ആർക്കും നോമ്പില്ല. നമ്മുടെ ബസ്സിന്റെ കോലമൊക്കെ കണ്ടില്ലേ. നമ്മൾ ഓരോ ചെക്ക് പോയിന്റിൽ ഇങ്ങനെ നിർത്തുവാണ് കേട്ടോ. ഓരോ ചെക്ക് പോയിന്റിൽ നിർത്തിയിട്ട് അവർ നമ്മൾ ബസ്സിൽ നിന്ന് ഇറക്കിപ്പിക്കും. ഇതിനുള്ളിൽ കുറേ ഡോക്യുമെൻ്റ് ഇല്ലാത്ത ആൾക്കാർ അവർ ഓൾറെഡി അവർ ഈ ചെക്ക് പോയിന്റിന് കുറച്ച് നേരം മുമ്പ് നിർത്തി. എന്നിട്ട് അവർ ഈ കാട്ടിൽ കൂടെ ചെക്ക് പോയിന്റ് കടന്ന് ക്രോസ് ചെയ്ത് വരും. എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട്. പാസ്പോർട്ട് കുറച്ച് പ്രാവശ്യം വെരിഫൈ ചെയ്യുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ ഇതുവരെയൊക്കെയായിട്ട്. അവിടെ നിന്നൊക്കെ ഓരോ ആൾക്കാർ നോക്കുക എന്നെ. ആ കാണുന്ന എല്ലാ ബസ്സുകളും ഇവിടെ നിർത്തിയിട്ട് അവരെല്ലാം പട്ടാളക്കാരന്മാർ വന്ന് ചെക്ക് ചെയ്ത് എല്ലാം പോകും കേട്ടോ. എന്നെ ഫോണ് ക്യാമറ എടുക്കുന്ന നല്ല പ്രശ്നം കണ്ടാൽ ഭയങ്കര പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ അധികം എടുക്കുന്നില്ല. മാത്രമല്ല ഫസ്റ്റ് റമദാൻ്റെ ഇത് ഞാൻ നോമ്പെടുത്തിട്ട് തളർന്നിരിക്കുകയാണ്. ഇവിടെ ഉള്ള ആൾക്കാർക്ക് ആർക്കും നോമ്പില്ല കേട്ടോ. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് വയ്ക്കുകയാണ് എല്ലാവരും കേട്ടോ. തൊപ്പി ഇതൊക്കെ വെച്ച് കിടക്കുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വയ്ക്കുകയാണ് വെള്ളം വേണോ. ഇതോ അവർ ഓടി വരുവാണ് കേട്ടോ. ഇവരാണ് കേട്ടോ നമ്മുടെ ചെക്ക് പോയിന്റ് കടന്ന് അനധികൃതമായിട്ട് വരുന്ന ആൾക്കാരാണ്. നമ്മുടെ ബസ്സിൽ വരുന്ന ആൾക്കാരാണ് അവർ. ഇവരെല്ലാവരും കണ്ട അനധികൃതമായിട്ട് വരുന്നവരാണ്. ഇനി നമ്മുടെ ബസ്സിൽ വന്ന് കയറും അവർ. അവർക്കൊന്നും ID ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ആർമി പിടിച്ചാൽ പ്രശ്നമാവും. അതുകൊണ്ടാണ് അവരിങ്ങനെ നടന്നു വരുന്നത്. ഞാനങ്ങനെ നമ്മുടെ ഒരു പപ്പായ വാങ്ങിച്ചു. പപ്പായ ആക്ച്വലി ഞാൻ വാങ്ങിച്ചതല്ല. ഞാൻ നോമ്പ് കൊടുക്കാൻ സമയമായി, 1 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു സ്ത്രീ വാങ്ങിച്ചതാണ്. ഇവർക്കൊന്നും നോമ്പില്ല. അപ്പം ഞാൻ മിസ്സായി. അപ്പം എനിക്ക് തന്നു. ഞാൻ പൈസ കൊടുത്തു. ഇതിന് പറയുന്നത് 200 എന്നാണ് കേട്ടോ. 200 എന്ന് പറഞ്ഞിട്ട് ഇവർ വാങ്ങുന്നത് 1000 ആണ് കേട്ടോ. അതായത് ഇവർ 5 പ്രാവശ്യം മൾട്ടിപ്ലൈ എന്നാണ് പറയുന്നത്. അതാണ് എനിക്ക് ഒരു പ്രാവശ്യം തെറ്റിയത്. അതായത് ഒരു പ്രാവശ്യം 400 എന്നും പറഞ്ഞ് ഇവർ ടാക്സി കയറി. ഫസ്റ്റ് ദിവസം മാലിയിൽ 400 എന്ന് പറഞ്ഞ് ഇവർ ഞാൻ ഫിക്സ് ചെയ്ത് വന്നിട്ട് എത്തിയ സ്ഥലത്തുനിന്ന് 2000 വാങ്ങിച്ചോ. അപ്പം 400 × 5 സെൻസിബിൾ ആണ് കേട്ടോ. അപ്പം 20 പറഞ്ഞാൽ 100 ആണ് കൊടുക്കേണ്ടത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോഴാണ് ഇവൻ പറഞ്ഞ 20 അല്ല 80. ഞാൻ പറഞ്ഞ 80 ഉള്ളൂ. 80 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്താ പറയുക 10-15 രൂപ പോലും വരില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വാങ്ങിച്ചത് ഒരു 100-150 രൂപയ്ക്കാണ് കേട്ടോ. 130-150 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഫസ്റ്റ് നോമ്പ് തുറക്കാൻ സമയമായി. ഇനി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നോമ്പ് തുറക്കണം. ഞാൻ വെള്ളമൊന്നും കിട്ടിയില്ല കേട്ടോ. വെള്ളം വാങ്ങാനേ പറ്റിയിട്ടില്ല. ആകെയുള്ളൊരു പപ്പായാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ചെറിയൊരു സ്ഥലത്തോട്ട് നമ്മുടെ വണ്ടി കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇതൊന്നും ഒരു സംഭവമില്ല. ഞാൻ എൻ്റെ ഈ പപ്പായ അറുത്തുകൊണ്ട് എൻ്റെ ഇന്നത്തെ നോമ്പ് കുറിക്കാൻ പോവാണ്. അവിടെ ഒരാൾ നമസ്കരിക്കുന്നുണ്ട്. നേരാവണ്ണ ഇരുന്ന് നോമ്പ് പിടിക്കാനുള്ള നോമ്പ് തുറക്കാനുള്ള ഒരു സ്ഥലം പോലും ഇല്ല. എന്തൊരു സുഖം. ഇപ്പം ഞാൻ ഭക്ഷണമൊന്നും അങ്ങനെ അധികം കഴിക്കില്ല കേട്ടോ പുറത്തൊന്നും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയുള്ള യാത്രയൊക്കെ പോകുമ്പോൾ ഞാൻ മിക്കപ്പോഴും പട്ടിണിയാണ്. പല പഴവർഗ്ഗങ്ങൾ കിട്ടിയാൽ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന പോലെ തന്നെയാണ് എനിക്കിപ്പോൾ ഉള്ള ആഫ്രിക്കയിലെ എല്ലാ ദിവസവും. അപ്പം ഞാൻ ഇനി ഇത് കട്ടയട്ടെ. എൻ്റെ പപ്പായുടെ പകുതി ഭാഗവും ഞാൻ പല ആളുകൾക്കായിട്ട് ഞാൻ വീതിച്ചു കൊടുത്തു. അതുകൊണ്ട് അവർക്കൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ. ഇനി ഞാൻ എൻ്റെ ബാക്കി കഴിക്കുവാണ്. ഞാൻ ഇതൊരിക്കലും കഴിച്ചില്ല, വിശക്കുന്നില്ല. അങ്ങനെ 5 പേരായിട്ട് ആ പപ്പായ എടുത്ത് നമ്മൾ ബസ്സിൽ കയറി വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. പലയിടത്തു നിന്ന് കുറേ ആൾക്കാരെ വീണ്ടും കയറ്റുന്നുണ്ട്. വീണ്ടും അടുത്ത ചെക്ക് പോയിന്റ് വന്നോണ്ട് വണ്ടിയിൽ നിന്ന് ആളുകളെല്ലാവരും എളുക്കമാണ്.
നമ്മൾ അവസാനം സെവാര എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ ഇനി മൊപ്തി പോകാനായിട്ട്. ഇവിടെ ഇന്ന് കുറേ ആൾക്കാരെല്ലാവരും പോയി കേട്ടോ. ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ലീഗലല്ലാതെ ഇല്ലീഗലായിട്ട് യൂറോപ്പിലോട്ട് കടക്കാൻ വേണ്ടി പോകുന്നതാണെന്ന് തോന്നുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ അവർ ഉത്തരഭാഗത്തോട്ട്, അതായത് ഈ മരുഭൂമി കടന്ന് ഉത്തരഭാഗത്തോട്ട് എത്തി അവർ യൂറോപ്പിലോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ കടന്നു പോകുന്നതെന്നാണ് തോന്നുന്നത്. സെറലിയോണ, ലൈബീരിയ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന കുറേ പേരുണ്ട് കേട്ടോ. ഇവരെല്ലാവരും ഈ ചെക്ക് പോയിന്റിൽ പൈസ കൊടുക്കും. ചില ചെക്ക് പോയിന്റുകളിൽ ഇവർ കാട്ടിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കും. ലാസ്റ്റ് ഒരു ചെക്ക് പോയിന്റ് ഒരു പട്ടാളക്കാർ, അവർ 5 പട്ടാളക്കാരന്മാർ പിടിച്ചു. അതിൽ എന്നെയും ബസ്സിൽ നിന്ന് ഇറക്കി. എന്നിട്ട് എൻ്റെ വിസയൊക്കെ നോക്കി. എന്നിട്ട് എല്ലാവരും പറയുന്ന എനിക്ക് മനസ്സിലായി, ഇവനെ വിട്, ഇവൻ ടൂറിസ്റ്റാണ്, ഇവൻ്റെ അടുത്ത് പൈസ ഒന്നും വാങ്ങണ്ട. വേറൊരാൾക്ക് ഒരു ക്രിമിയടി, പുള്ളിക്കാരെ ഇങ്ങനെ ചകയുന്നു. പക്ഷേ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനത് പയ്യെ ഒരു പേപ്പർ വെച്ച് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് പൈസ വേണം, ഇതാണ്. ഞാൻ ലാസ്റ്റ് പയ്യെ കൺവിൻസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ അവസാനം പൈസയൊന്നും കൊടുക്കാതെ എനിക്ക് പോകേണ്ടി വന്നു. ബാക്കി എല്ലാവരും പൈസ കൊടുക്കേണ്ടി വന്നു. ആർമിയാണ് കേട്ടോ, പട്ടാളക്കാരന്മാർ. അവന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ തീവ്രവാദിയാണ്, നീ ബന്ധിത്താണ്, നീ സാധാരണ ആളല്ല, ഇതാണ് തോക്കൊക്കെ വെച്ച് ഇട്ടത്ത് ഒരുമാതിരി ഇത്. പിന്നെ എനിക്കത് യൂസ്ഡ് ആയതുകൊണ്ട് എനിക്ക് പേടിച്ചില്ല. അപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിലോ ആദ്യമായിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ അനുഭവിക്കുന്നത്. അന്ന് പേടിച്ച സ്ഥലം വിട്ടേനെ. അപ്പോൾ എനിക്ക് പിന്നെ ഇത് യൂസ്ഡാണ്. എനിക്ക് എൻ്റെ കലിയും വന്നു, പ്രാന്തം വന്നു. പിന്നെ ഞാൻ മാനേജ് ചെയ്തു. ഭയങ്കര എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട പൈസയ്ക്ക് വേണ്ടി കിടന്ന ആളെ കൊണ്ട് ഷേക്കൻഡ് പഠിപ്പിച്ചിട്ടാണ് ഞാൻ പൈസയും കൊടുക്കാതെ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത ചെക്ക് പോയിന്റ് വല്ലതും ഉണ്ടോ, മൊപ്തിയിൽ എങ്ങനെയെങ്കിലും എത്തട്ടെ. മൊപ്തിയിലെത്തിയിട്ട് എവിടെയെങ്കിലും കിടക്കണം. 10:30 മണിയായിട്ടോ രാത്രി. രാവിലെ 5 മണിക്ക് ബസ് സ്റ്റോപ്പിൽ പോയതാണ്. 10:30 മണിയായിട്ട് ഒരു സ്ഥലത്തും എത്തിയില്ല. നമ്മൾ ബസ് എത്തിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് അവസാനം ബസ്സിൽ തന്നെ കിടക്കാൻ വേണ്ടി പോകുന്നു ഇന്ന് രാത്രി. കുറേ കഥകൾ പറയാനുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. ഞാൻ നാളെ പറയാം. വിരിച്ചു വാരിയുടെ അകത്ത് കിടക്കും.